നയൻതാരയ്ക്ക് പകരം ഗ്രേസ് ആന്റണി നായിക. മലയാള സിനിമയിലെ 2 വിസ്മയങ്ങൾ 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പദയാത്ര എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇന്ന് കൊച്ചിയിൽ ആരംഭിച്ചു. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 8ാമത്തെ സിനിമയാണിത്. ആലുവ അമ്പലമേട്ടിലെ FACT കോമ്പൗണ്ടിൽ സിനിമയുടെ ടൈറ്റിൽ പ്രകാശനവും പൂജയും നടന്നു. പിന്നാലെ സിനിമയുടെ ടൈറ്റിൽ പോസ്റ്ററും നിർമ്മാതാക്കൾ പുറത്തുവിട്ടു. പദയാത്രയിൽ മമ്മൂക്ക ഒരു ഡോക്ടറിന്റെ വേഷമാണ് ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ മുഖ്യ സ്ത്രീ കഥാപാത്രത്തെ ഗ്രേസ് ആന്റണി അവതരിപ്പിക്കും. റോഷാക്കിന് ശേഷം ഗ്രേസ് ആന്റണി വീണ്ടും മമ്മൂക്കയ്ക്കൊപ്പം ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് പദയാത്ര. കുമ്പളങ്ങി നൈറ്റ്സിലൂടെ ശ്രദ്ധേയമായ താരമാണിവർ. തെന്നിന്ത്യൻ സൂപ്പർ താരം നയൻതാരയെ ഈ വേഷം ചെയ്യാൻ ആലോചിച്ചിരുന്നെങ്കിലും അവരുടെ ഡേറ്റുകൾ പൊരുത്തപ്പെടാത്ത സാഹചര്യത്തിലാണ് പുതിയ നായികയെ നിശ്ചയിച്ചത്. കഥയും തിരക്കഥയും സംഭാഷണവും അടൂർ ഗോപാലകൃഷ്ണനും KV മോഹൻകുമാറും ചേർന്ന് നിർവഹിക്കുന്നു. 1 മാസം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗ് ആണ് പദയാത്രയ്ക്കുള്ളത്. 35 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് പൂർത്തിയാകും. കൊച്ചിയോടൊപ്പം വയനാടാണ് മറ്റൊരു ലൊക്കേഷൻ. ഇന്ദ്രൻസ്, ശ്രീഷ്മ ചന്ദ്രൻ, സീനത്ത്, അലിയാർ, നന്ദു, P. ശ്രീകുമാർ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. അടൂരിന്റെ മുൻകാല സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ തലമുറയിലെ ശ്രദ്ധേയരായ സാങ്കേതിക പ്രവർത്തകരാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. മമ്മൂക്കയുടെ പുതിയ ലുക്കും ഈ സാങ്കേതിക മികവും ചേരുമ്പോൾ ചിത്രം വലിയൊരു അനുഭവം തന്നെയായിരിക്കും. ഭ്രമയുഗം, ദിസേറ തുടങ്ങിയ സിനിമകളിലൂടെ തന്റെ മികവ് തെളിയിച്ച ഷഹനാദ് ജലാൽ അടൂർ പടത്തിലേക്ക് എത്തുമ്പോൾ വിഷ്വലുകളിൽ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാം. കണ്ണൂർ സ്ക്വാഡ്, ചത്തപ്പച്ച തുടങ്ങിയ സിനിമകൾ എഡിറ്റർ പ്രവീൺ പ്രഭാകർ അടൂർ സിനിമയുടെ ഭാഗമാകുന്നത് കൗതുകകരമാണ്. കളങ്കാവൽ, എക്കോ തുടങ്ങിയ പടത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച മുജീബ് മജീദിന്റെ പുതിയ കാലത്തെ സംഗീത ശൈലി അടൂരിന്റെ സിനിമകളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് ആരാധകർ ഉറ്റുനോക്കുന്നതാണ്.